بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. أما بعد. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ അൽ വഹാബ് എന്ന പേരിനെ കുറിച്ചാണ്, ആ മഹത്തായ നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ 3 ഇടങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരാണ് അൽ വഹാബ്. ഒന്ന് സൂറത്തു ആല ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മുഅ്മിനുകളിലെ വലിയ വിജ്ഞാനമുള്ള ആഴത്തിൽ വേരൂന്നിയ അറിവുള്ള ആളുകളുടെ ദുആ ആയി അള്ളാഹു പറയുകയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ്, നീ തെറ്റിച്ചു കളയരുത്, ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴവിലാക്കി കളയരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിൻ്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ഹിബത്തായി നൽകണമേ, സമ്മാനമായി നൽകണമേ, ഔദാര്യമായി തരണമേ. ഇന്നക അൻതൽ വഹാബ്, നീയാണ് അൽ വഹാബ്. ഹിബത്ത് നൽകുന്നവനാണ് വഹാബ്, അഥവാ ധാരാളമായി നൽകുന്നവൻ. അതാണ് അൽ വഹാബ് എന്ന പേരിൻ്റെ അർത്ഥം. ഇത് നോക്കൂ, ഈ പേര് ഖുർആനിൽ വന്നിട്ടുള്ള 2-ാമത്തെ ഇടം സൂറത്തു സാദാണ്. സൂറത്തു സാദ് ഖുർആനിൽ നമ്മൾ മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ സൂറത്തു യാസീൻ കഴിഞ്ഞാൽ അടുത്തത് സൂറത്തു സാഫാത്ത്, തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു സാദ്. സാദ് വൽ ഖുർആനി ദിക്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതിൽ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. അം ഇൻദഹും, അതല്ല അവരുടെ പക്കലാണോ, ഖസാഇനു റഹ്മത്തി റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുകൾ അവരുടെ പക്കലാണോ എന്ന് പറഞ്ഞാൽ, മുശ്രിക്കുകൾ അവർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഈ നബിക്കല്ല, ഇദ്ദേഹത്തിനല്ല നുബുവത്ത് നൽകപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അവരാണോ അത് തീരുമാനിക്കുന്നത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസുൽ വഹാബ്, അസീസും വഹാബുമായ നിൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അതേ സൂറത്തിൽ തന്നെ, സൂറത്തു സാദിൽ തന്നെ 35-ാമത്തെ ആയത്തിൽ ഈ റബ്ബിൻ്റെ ഈ പേര് വീണ്ടും നമുക്ക് കാണാം. അത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ദുആ ആയി വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അവസാനത്തിലാണ്. ഖാല, സുലൈമാൻ അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ഗ്ഫിർലി, എൻ്റെ റബ്ബെ നീ എനിക്ക് പുറത്തു തരണമേ, വഹബ്ലി, നീ എനിക്ക് ഹിബത്തായി നൽകണമേ, അള്ളാഹുവെ നീ എനിക്ക് നൽകണമേ, നീ എനിക്ക് തരണമേ. അതാണ് ഞാൻ പറഞ്ഞത്, ഹിബത്ത് നൽകുന്നവനാണ് വഹാബ്. വഹബ്ലി, അള്ളാഹുവെ നീ എനിക്ക് ഔദാര്യമായി തരണമേ, മുൽക്കൻ, ഒരധികാരം. എങ്ങനത്തെ അധികാരമാണത്? ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും ലഭിക്കാത്ത അധികാരം. അതാണ് സുലൈമാൻ അലൈഹിസ്സലാമിന് ലഭിച്ച അധികാരം. സുലൈമാൻ അലൈഹിസ്സലാമിന് ശേഷം മറ്റാർക്കും ലഭിച്ചിട്ടില്ല. വളരെ പ്രത്യേകമായ മുൽക്ക് സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദിവസം രാത്രിയിൽ നിസ്കരിക്കാൻ നിൽക്കവേ ജിന്നുകളിൽപ്പെട്ട ഒരു മാരിതായ ധിക്കാരിയായ ഒരുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാനായി വന്നു. അവനൊരു തീയുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ച് അവൻ്റെ നാവിൻ്റെ നനവ് എൻ്റെ കയ്യിൽ സ്പർശിച്ചു. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ദുആ ഓർത്ത് ഞാൻ അവനെ വിട്ടയച്ചു. കാരണം ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് സുലൈമാൻ അലൈഹിസ്സലാമിനാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവരിൽ ബന്ന കെട്ടിടം നിർമ്മിക്കുന്ന ജിന്നുകളെ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. വഗവാസ്, അതുപോലെ ആഴത്തിൽ കടലിൽ മുങ്ങി കടലിൽ അമൂല്യമായ കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലി അത് ചെയ്യുന്നവരെ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആ ദുആ ഞാൻ ഓർത്ത് ഞാൻ അവനെ വിട്ടു, അല്ലെങ്കിൽ ഞാൻ ഈ തൂണിൽ കെട്ടിയിട്ട് മദീനയിലെ കുട്ടികൾക്ക് രാവിലെ കളിക്കാൻ അവനെ വിട്ടുതരുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ഈ ദുആയിൽ സുലൈമാൻ നബി പറയുകയല്ല, മുൽക്ക് അള്ളാഹു എനിക്കൊരു മുൽക്ക് നൽകണം, ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ആർക്കും ലഭിക്കാത്ത ഒരു മുൽക്ക്, അധികാരം. ഇന്നക അൻതൽ വഹാബ്, അള്ളാഹു നീയാണ് അൽ വഹാബ്, ധാരാളമായി ഔദാര്യം നൽകുന്നവൻ. അതാണ് ഈ പേരിൻ്റെ അർത്ഥം, അൽ വഹാബ്, ധാരാളമായി ഹിബത്ത് നൽകുന്നവൻ. പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാം, വകസീറുൽ ഹിബതി വൽ മിന്നതി വൽ അതിയ, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ, ധാരാളമായി തരുന്നവനാണ് അള്ളാഹു. അതാണ് അൽ വഹാബ് എന്ന പേര് സൂചിപ്പിക്കുന്നത്. വഹബ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. വഹബ, അൽ വഹാബ് എന്നാൽ ധാരാളമായി നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്കുള്ള അവൻ്റെ ഔദാര്യം അവൻ നൽകുന്നത് അതിവിശാലമായിട്ടാണ്. അവൻ്റെ ഔദാര്യം അത് അങ്ങേയറ്റം മഹത്തരമാണ്. അള്ളാഹു അത് അടിമകൾക്ക് തുടരെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ നൽകുന്നത് വളരെ വിശാലമാണ്, അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അൽ വഹാബ് എന്നത് ഫആൽ എന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഫആൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, ഫആൽ എന്നാൽ ധാരാളമായി പ്രവർത്തിക്കുന്നവൻ. അള്ളാഹു ധാരാളമായി നൽകുന്നവനാണ്, തുടരെ നൽകുന്നവനാണ്. അവൻ നൽകുന്നത് പല ഇനമാണ്, ഒട്ടേറെ ഉണ്ട്, ഒന്നല്ല, ഒരു തരത്തിലല്ല, മറിച്ച് പല തരത്തിലാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ ഖജനാവുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ കൈ നിറഞ്ഞ കൈയാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ, കൊടുത്തതുകൊണ്ട് എത്ര കൊടുത്താലും എങ്ങനെ കൊടുത്താലും തീർന്നു പോകാത്തതാണ്. സഹാ അല്ലൈല വന്നഹാർ, സഹാ ഉല്ലൈല വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ കൊടുക്കുന്നവനാണവൻ. നിങ്ങൾ കണ്ടില്ല ആകാശഭൂമികൾ പടച്ചതു മുതൽ അവൻ എത്രയാണ് കൊടുക്കുന്നത് എന്നിട്ട് അവൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയിട്ടില്ല. ആകാശങ്ങളും ഭൂമിയുമെല്ലാം അവൻ്റെ മലക്കൂത്ത്, അവൻ്റെ അധികാരത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ റബ്ബ് പ്രവർത്തിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് റബ്ബിനെ കുറിച്ച് പറയാറുള്ളത് അതാഉഹു കലാം, അവൻ നൽകുക എന്ന് പറഞ്ഞാൽ അത് പറയുക മാത്രമാണ്. അവൻ നൽകുക എന്നാൽ അവൻ പറയുകയേ വേണ്ടതുള്ളൂ. കാരണം അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ, നീ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, അപ്പോൾ അത് ഉണ്ടാകും. അള്ളാഹു നോക്കൂ, നമുക്ക് നൽകിയത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു, അവൻ ഉദ്ദേശിച്ചത് അവൻ നൽകുന്നു. അവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്താണോ അവൻ ഉദ്ദേശിച്ചത് അത് കൊടുക്കും. ഒരാൾക്കും തടയാൻ സാധ്യമല്ല, ഒരാൾക്കും അത് മുടക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ലോകത്ത് സമ്പത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുള്ളത്. ചില ആളുകളുടെ കയ്യിൽ നമുക്ക് ആലോചിച്ചാൽ എത്തുംപിടിയും കിട്ടാത്ത അത്ര രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയത് കാണാം. എന്നാൽ അള്ളാഹു ആളുകൾക്ക് അവൻ നൽകാതിരിക്കുന്നത് കാണാം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം വിശാലമാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് ഇടുക്കി കളയുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ റബ്ബിൻ്റെ ഹിക്മത്തുണ്ട്.
അവൻ്റെ യുക്തിയുണ്ട്. ഓരോരുത്തർക്കും യോജിച്ചതാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ദുനിയാവിൽ അള്ളാഹു ഒരുപാട് നൽകി എന്നത് അള്ളാഹു അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സമ്പത്ത് ഈ ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അവൻ ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. എന്നാൽ ഈമാൻ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ കൊടുക്കുകയില്ല. അള്ളാഹു സമ്പത്ത് ഈ ദുനിയാവിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കും അവൻ ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. അള്ളാഹു ഇതാ ചോദിക്കാതെ എത്രയോ കാര്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മെ ഒരു ബീജഗണമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ നമുക്ക് വേണ്ടത് നൽകിയത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ചോദിച്ചിട്ടാണോ? അല്ല. അതുകൊണ്ടാണ് അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പരിപാലിച്ചത് കൊണ്ട്, ഇപ്പോഴും നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് ഉമ്മ പ്രസവിച്ചാൽ അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ അതുപോലെ ചുറ്റുമുള്ളവരുടെ അവരുടെ വാത്സല്യവും കാരുണ്യവും അനുകമ്പയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. എത്രയാണ് അവൻ നൽകിയത്? എങ്ങോട്ട് നോക്കിയാലും അവൻ നൽകിയതല്ലാതെ കാണാൻ കഴിയില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതിൻ്റെ കൂടെ ഒരു മനുഷ്യന് അള്ളാഹു ഈമാനും തഖ്വയും നൽകിയാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് ചെയ്താൽ, അതാണ് ഏറ്റവും വലിയ ഹിബ, ഏറ്റവും നല്ല സമ്മാനം. അള്ളാഹുവിൻ്റെ ഔദാര്യം അതാണ്. അതിലായി അള്ളാഹു ഒരുവനെ മരിപ്പിച്ചാൽ, ഈമാനിലും തഖ്വയിലുമായി അള്ളാഹു ഒരുവനെ മരിപ്പിച്ചാൽ, അത് അവനെ കാത്തിരിക്കുന്നത് ദുനിയാവിൽ അവന് കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഹിബത്തായി, അവൻ്റെ ഔദാര്യമായി, അവൻ നൽകുന്നതായി പല കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നബിമാർ അത് ചോദിച്ചതായി, സാലിഹുകളായ അള്ളാഹുവിൻ്റെ അടിമകൾ അവൻ്റെ ഹിബത്ത്, അള്ളാഹുവിൻ്റെ ഔദാര്യം, അവൻ നൽകുന്ന സമ്മാനം അത് ചോദിച്ചതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഹിബത്തിൽ ഒന്നാണ് അവൻ്റെ റഹ്മത്ത്. അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ ഹിബത്താണ്. അവൻ നമുക്ക് നൽകുന്ന, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നോക്കൂ, സൂറത്തു മറിയമിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വവഹബ്നാ ലഹും, നാം അവർക്ക് ഹിബത്തായി നൽകി, മിർ റഹ്മത്തിന, നമ്മുടെ റഹ്മത്തിൽ നിന്ന്, വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, നാം അവർക്ക് വലിയ സൽകീർത്തി നൽകി. അള്ളാഹു അവൻ്റെ നബിമാരിൽ ചിലരെ കുറിച്ച് പറയുകയാണ്. മൂസാ നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നു, വവഹബ്നാ ലഹു മിർ റഹ്മത്തിന, നമ്മുടെ റഹ്മത്തിൽ നിന്ന് നാം മൂസാ നബിക്ക് നൽകി. അഖാഹു ഹാറൂന നബിയ, മൂസാ നബിയുടെ സഹോദരനായ ഹാറൂനെ നബിയായി നൽകി, ഹിബത്ത് നൽകി എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞ ദുആയിൽ മുഅ്മിനുകളിലെ വലിയ വിജ്ഞാനമുള്ളവരുടെ ദുആ ആണത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അള്ളാഹുവെ ഹിദായത്തിലാക്കിയതിന് ശേഷം നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുത്, ഞങ്ങൾ വലിയ അറിവുള്ളവരാണ് എന്ന് പറഞ്ഞവർ സ്വന്തത്തിൽ കാര്യമർപ്പിച്ചിരിക്കുകയല്ല. കാരണം സ്വന്തം നഫ്സിനെ നമുക്ക് അവലംബിക്കാൻ കഴിയില്ല, അള്ളാഹുവിനാണ് അവലംബിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ഹൃദയത്തെ നേരെ നിർത്തിയില്ലെങ്കിൽ ആർക്കും അതിനെ നേരെ നിർത്താൻ കഴിയില്ല. എന്നിട്ട് അവരുടെ ദുആ നോക്കൂ, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ഹിബത്തായി നൽകണമേ. ഹിബത്ത് നൽകുന്നവനാണ് വഹാബ്. അപ്പോൾ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഹിബത്തിൽപ്പെട്ടതാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തിലും സൂറത്തു സാദിൽ ആയത്തിലും അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസുൽ വഹാബ്, അസീസും വഹാബുമായ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അതിൻ്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അള്ളാഹു റഹ്മത്ത് നൽകുക എന്നത് വലിയ കാര്യമാണ്, അവൻ്റെ റഹ്മത്ത് അവൻ നൽകുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ദുആകൾ നമുക്ക് എന്ത് കാണാം? അല്ലാഹുമ്മ അർഹംനി റബ്ബി അർഹംനി, അള്ളാഹുവേ നീ എനിക്ക് നിൻ്റെ റഹ്മത്ത് നൽകണമേ, നീ എന്നോട് കരുണ ചൊരിയണമേ എന്ന്. ഇത് അള്ളാഹുവിൻ്റെ ഹിബത്താണ്. അതുപോലെ ഹുക്മും മുൽക്കും അള്ളാഹുവിൻ്റെ ഹിബത്താണ്. ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകുക, അധികാരം നൽകുക, അത് അള്ളാഹു കൊടുക്കുന്നതാണ്, റബ്ബ് നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാം ഫിർഔനോട് വന്ന് പറഞ്ഞതായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. ഫവഹബ ലീ റബ്ബി, ഫവഹബ ലീ, എൻ്റെ റബ്ബ് എനിക്ക് നൽകി,
ഹുക്മൻ, അവൻ എനിക്ക് വിജ്ഞാനം നൽകി. വജഅലനി മിനൽ മുർസലീൻ, എന്നെ അവൻ റസൂലുകളിൽ ഒരാളാക്കി. അതുപോലെ അതേ സൂറത്തു ശുഅറായിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആയി നമുക്ക് കാണാം, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് വിജ്ഞാനം നൽകണമേ, വൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹുകളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണമേ. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ദുആയിലും മുൽക്കിന് ചോദിച്ചത് നമുക്ക് കാണാം. അപ്പോൾ മുൽക്ക്, അധികാരം, അറിവ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹിബത്താണ്, അള്ളാഹു നൽകുന്നതാണ്. ഒരാൾക്ക് സാലിഹത്തായ ഇണയെ ലഭിച്ചു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ദീനിൽ ഒരുവനെ സഹായിക്കുന്ന ഭാര്യയെ ലഭിച്ചുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഹിബത്താണ്, അള്ളാഹു നൽകിയ ഔദാര്യമാണ്. നല്ല മക്കളെ ഒരാൾക്ക് കിട്ടിയാൽ അത് അള്ളാഹുവിൻ്റെ ഹിബത്താണ്. അതുകൊണ്ടാണ് ഇബാദുർ റഹ്മാൻ്റെ ദുആആയി അള്ളാഹു പറഞ്ഞത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ഹബ്ലന, അള്ളാഹുവിൻ്റെ അൽ വഹാബ് എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അള്ളാഹു നൽകുന്നവനാണ്. അള്ളാഹു നീ എനിക്ക് നൽകണമേ, റബ്ബന ഹബ്ലന, ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിന വദുർരിയാതിന, ഞങ്ങളുടെ ഇണകളിൽ നിന്നും അതുപോലെ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുറത അയുൻ, കൺകുളിർമ നൽകണമേ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു കൺകുളിർമ അവന് വേറെ കിട്ടാനില്ല. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അള്ളാഹുവെ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് നീ ഞങ്ങളെ മാതൃകയാക്കണമേ. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, അള്ളാഹുവെ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ പിൻപറ്റുന്നവരാക്കണമേ ഞങ്ങളെ. അള്ളാഹു പറഞ്ഞത് നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഞങ്ങളെ ഇമാമുകളാക്കണമേ എന്നാണ് ദുആയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ ഇമാം മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ് അദ്ദേഹം ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, എന്താണ്? അള്ളാഹുവെ നിന്നെ സൂക്ഷിക്കുന്നവരെ നീ ഞങ്ങളുടെ ഇമാമുമാരാക്കണമേ, ഞങ്ങളുടെ മാതൃകയാക്കണമേ. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു പറഞ്ഞത് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈയായ അദ്ദേഹത്തിൻ്റെ ആഴമേറിയ വിജ്ഞാനം സൂചിപ്പിക്കുന്നതാണ് ഈ തഫ്സീർ. കാരണം മുൻഗാമികളായ അള്ളാഹുവിനെ സൂക്ഷിച്ചവരെ നീ മാതൃകയാക്കാതെ പിൽക്കാലക്കാർക്ക് മാതൃകയായി തീരാൻ നിനക്ക് സാധിക്കുകയില്ല. കാരണം നിനക്ക് മുമ്പ് സലഫുൽ ഉമ്മ, നല്ലവരായ മുൻഗാമികൾ ഈ ദീനിൽ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, മുൻകഴിഞ്ഞ ഇമാമുമാർ, അവരെ പോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ നീ മാതൃകയാക്കിയാൽ നിനക്ക് ശേഷമുള്ളവർ മാതൃകയാക്കും. നിനക്ക് ശേഷമുള്ളവർ മാതൃകയാക്കും. തഖ്വയുള്ളവരുടെ ഇമാം എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ പദവിയായിരിക്കും. തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ മാതൃകയാക്കുക മോശപ്പെട്ടവരായിരിക്കുമോ? ഇല്ല, നല്ല ആളുകളായിരിക്കും. അതുകൊണ്ട് നോക്കൂ, നല്ല ഇണ, അതുപോലെ നല്ല മക്കൾ എന്നത് അള്ളാഹുവിൻ്റെ ഹിബത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്, വവഹബ്നാ ലഹു, നാം ഇബ്രാഹിമിനെ നൽകുകയുണ്ടായി, ഹിബത്തായി നൽകുകയുണ്ടായി, ഇസ്ഹാഖ വ യാഖൂബ്, ഇസ്ഹാഖിനെയും യാഖൂബിനെയും. ഇസ്ഹാഖ് മകനാണ്, യാഖൂബ് പേരമകനാണ്. നാഫില, അധികമായി നൽകുകയുണ്ടായി, യാഖൂബിന് അധികമായി നൽകി. പണ്ഡിതന്മാർ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതകാലത്തു തന്നെ യാഖൂബ് ജനിച്ചിരുന്നു എന്ന്. ഇബ്രാഹിം നബിയുടെ ജീവിതകാലത്ത് തന്നെ മകനായ ഇസ്ഹാഖിന് യാഖൂബ് ജനിച്ചിരുന്നു എന്ന്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അറുക്കാൻ കൊണ്ടുപോയത് ഇസ്മായിലിനെയാണ് അലൈഹിസ്സലാം, ഇസ്ഹാഖിനെ അല്ല. ഇസ്ഹാഖിനെയാണ് എന്ന് വളരെ ദുർബലമായ ഒരു അഭിപ്രായം മുസ്ലിമീങ്ങളിലെ ചില പണ്ഡിതന്മാർക്കുണ്ട്. വളരെ ദുർബലമായ അഭിപ്രായം, അത് തെറ്റാണ്. ഇസ്ലാമിലെ മുസ്ലിമീങ്ങളിലെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അത് തെറ്റാണ്. പക്ഷേ യഹൂദികൾ ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും അറബികളോടുമുള്ള ദേഷ്യം കാരണത്താൽ അതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത് വേറെ നിലക്കാണ്, അവർക്ക് അബദ്ധം സംഭവിച്ചതാണ്. എന്നാൽ യഹൂദികൾ അവരുടെ വാദം എന്താണ്? ദബീഹ്, അറുക്കാൻ കൊണ്ടുപോയത്, ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോയത് ആരാ? ഇസ്മായിലിനെ അല്ല, പിന്നെ ആരാ? ഇസ്ഹാഖിനെയാണ് എന്നതാണ് അവരുടെ വാദം. കാരണം ഈ വലിയ ശ്രേഷ്ഠത അറബികളുടെ പിതാവായ ഇസ്മായിലിന് ലഭിക്കുക എന്നത് അവർക്ക് സഹിക്കുകയില്ല. അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം.
യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണല്ലോ ബനു ഇസ്രായേൽ മക്കൾ. അതുകൊണ്ട് ആ ശ്രേഷ്ഠത ഇസ്മായിലിന് കിട്ടുക എന്നുള്ളത് അവർക്ക് ദഹിക്കുകയില്ല. ഇത് പറഞ്ഞത് ഇസ്ഹാഖാണ്. എന്നാൽ ഖുർആനിൽ വ്യക്തമായ സൂചന ഉണ്ട് അത് ഇസ്മായിലാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖ് എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പം തന്നെ യാക്കൂബിനെയും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ മകനെ ചെറിയ പ്രായത്തിൽ അറക്കാൻ കൊണ്ടുപോവുക? ആ മകൻ വലുതായി യാക്കൂബ് എന്ന സന്താനം ലഭിക്കുമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നേരത്തെ സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട്. ഇസ്ഹാഖ് എന്ന സന്തോഷ വാർത്ത ലഭിക്കുമ്പോൾ തന്നെ ഇസ്ഹാഖിൻ്റെ മകനായി യാക്കൂബ് ലഭിക്കും എന്നുകൂടി സന്തോഷ വാർത്ത ഇബ്രാഹിം നബിക്ക് ലഭിച്ചതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുപോലെ ഇസ്മായിലിൻ്റെ പേര് പറയുമ്പോഴാണ് അള്ളാഹു ഹലീം എന്ന് വിശേഷിപ്പിച്ചത്, സഹനശീലനായ മകനൻ. ഇസ്ഹാഖിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് അലീം എന്നാണ്, വിജ്ഞാനമുള്ള മകനെന്നാണ്. സൂറത്തു അസ്സാഫാത്ത് എടുത്തു നോക്കൂ. ഈ അറുക്കാൻ കൊണ്ടുപോയ കഥ പറഞ്ഞതിന് ശേഷം പിന്നെ ഇസ്ഹാഖ് ജനിച്ചെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ആ കഥ പറയുന്നത് കാണാം. ഇതിലൂടെ എല്ലാം വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ കൽപ്പിച്ച മകൻ അത് ഇസ്മായിലാണ്, ഇസ്ഹാഖല്ല. മുസ്ലിമീങ്ങളിലെ ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഇസ്ഹാഖാണെന്ന്. പക്ഷെ അത് തീർത്തും ദുർബലമായ അഭിപ്രായമാണ്, അത് പരിഗണിക്കപ്പെടാവുന്നതല്ല. യഹൂദികൾക്ക് അഭിപ്രായമുണ്ട്, അത് മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെയല്ല. അവരുടെ ലക്ഷ്യവും അവർ പറയാനുള്ള കാരണവും വേറെയാണ്. വാക്കൊന്നാണ്, പക്ഷേ രണ്ടു കൂട്ടരും പറഞ്ഞത് ഒരുപോലെയല്ല. പറഞ്ഞതൊന്നാണ്, പക്ഷേ രണ്ടു കൂട്ടരും പറഞ്ഞത് ഒരുപോലെയല്ല. അവിടെ അത് സുപ്രധാനമായ ഒരു പാഠമാണ്. ഒരേ വാദം ചിലപ്പോൾ രണ്ടു കൂട്ടർ പറയും, പക്ഷെ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം ഒന്നായിരിക്കണം എന്നില്ല. ഉദ്ദേശം വേറെ വേറെ ആയിരിക്കും, അവർ പറയുന്നതിൻ്റെ കാരണം വേറെ വേറെ ആയിരിക്കും. മുസ്ലിമീങ്ങളിലെ ആളുകൾ തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അത് എതിർക്കുകയും അത് അവരോട് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കൾ ഇത്തരം തിന്മകളെ വലിയ കാര്യമാക്കി കൊണ്ടു നടക്കുന്നത് കാണാം. അത് ഉദ്ദേശം വേറെയാണ്, അവിടെ ഉദ്ദേശം വേറെയാണ്. ഇസ്ലാമിനെ മോശമാക്കുക, മുസ്ലിമീങ്ങളെ മോശമാക്കുക പോലെയുള്ള കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് യഹ്യ അലൈഹിസ്സലാം എന്ന മകനെ നൽകിയതിനെ കുറിച്ച് ഇതേ കാര്യം പറഞ്ഞത് കാണാം. വവഹബ്നാ ലഹു യഹ്യ. അള്ളാഹു അവർ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകും, പെൺമക്കളെ നൽകും, ഇടകലർത്തി നൽകും. അവിടെ അള്ളാഹു പ്രയോഗിച്ച വാക്കാണ് യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ മാത്രം നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെന്ന് മാത്രം നൽകും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ രണ്ടു കൂട്ടരെയും ഇടകലർത്തി നൽകും. അവിടെയെല്ലാം അള്ളാഹു പറഞ്ഞത് യഹബു എന്ന വാക്കാണ്, അള്ളാഹു നൽകുന്നവനാണ്. ഈ വഹാബായ റബ്ബിന് ശുക്ർ ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാം, ഹംദ് പറയേണ്ടവരാണ്. ആ ഹംദ് നമുക്ക് പറയാൻ സാധിച്ചാൽ അത് വേറൊരു അനുഗ്രഹമാണ്, അതിന് വേറെ ഹംദ് പറയണം. സുബ്ഹാനല്ലാഹ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം റബ്ബിനെ കുറിച്ച് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യുഅദ്ദാ ശുക്റു നിഅമത്തിൻ മിൻ നിഅമിഹി ഇല്ലാ ബിനിഅമത്തിൻ ഹാദിസത്തിൻ തൂജിബു ശുക്റഹു അലൈഹാ. അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തുതിയും. നിന്റെ പ്രത്യേകത എന്താണ്? നിനക്ക് ശുക്ർ ചെയ്താൽ, നിനക്ക് ഹംദ് പറഞ്ഞാൽ, ഹംദ് പറയാൻ സാധിച്ചു എന്നത് വേറെ അനുഗ്രഹമാണ്, അതിന് വേറെ ഹംദ് പറയേണ്ടി വരും. അങ്ങനെ അള്ളാഹുവിനുള്ള ഹംദ് അത് അവസാനിക്കുകയില്ല. എല്ലാ ഹംദും റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അങ്ങനെയുള്ള അൽ വഹാബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത്രയുമാണ് ഈ പേരിൻ്റെ വിശദീകരണമായി നമുക്ക് ചുരുക്കി വിശദീകരിക്കാനുള്ളത്. വല്ലാഹു തആല